ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് സ്വർണം തട്ടിയ കേസിൽ മുൻ മാനേജർ മധ ജയകുമാർ റിമാൻഡിൽ. പ്രതിയെ കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, ഈ പ്രതിയെ എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്? കേസിന്റെ മറ്റ് തുടർ നടപടികൾ? ലിബീഷ്, പ്രതി മധ ജയകുമാറിന് 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് തെലങ്കാനയിൽ വെച്ച് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ച് മുൻ മാനേജർ കൂടിയായ മധ ജയകുമാറിനെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. 26.24 പവൻ സ്വർണമാണ് ഇയാൾ പണയ തട്ടിപ്പിലൂടെ തട്ടിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം അതിന്റെ മൂല്യം കോടികൾ വരും. അത്രയും കോടി സ്വർണം ഇയാൾ വ്യാജ സ്വർണം പണയം വെച്ചുകൊണ്ട്, അതായത് മുക്കുപണ്ടം പണയം വെച്ചുകൊണ്ട് ഇത് തട്ടിയെടുക്കുകയായിരുന്നു. ഇതിന് മറ്റാരുടെയെങ്കിലും ഒത്താശ ലഭിച്ചോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മധ ജയകുമാർ തുടക്കത്തിൽ തന്നെ ഒളിവിൽ പോയിരുന്നു. പുതിയ മാനേജർ വന്ന് റീ അപ്രൈസൽ നടത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ നടന്നതായി അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മാനേജർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഹെഡ് ഓഫീസിലെല്ലാം തന്നെ വിവരമറിയിച്ചാണ് ഇതിൽ അന്വേഷണം തുടങ്ങിയത്. ആ സമയത്ത് തന്നെ തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശിയായ മധ ജയകുമാർ ഒളിവിൽ പോയിരുന്നു. ഈ മധ ജയകുമാർ ഇത് തട്ടിപ്പ് നടത്താൻ തനിക്ക് സോണൽ മാനേജറുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന മധ ജയകുമാർ തന്നെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെയാണ് ഇന്നലെ തെലങ്കാനയിൽ വെച്ച് മധ ജയകുമാർ പിടിയിലായത്. രാത്രിയോടുകൂടി ഇയാളെ വടകരയിൽ എത്തിച്ചിരുന്നു. തുടർന്നാണ് കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ പ്രതിയെ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ലിബീഷ്. ശരി റിയാസ്.